ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് ഷോർട്സ് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഷോർട്സിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇതിൽ ഞാൻ ആവശ്യമുള്ളവർക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കടക്കാം. ഡോക്ടർ ഷേർട്സിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ മോയ്സ്ചറൈസർ ഒരു ക്രീമി ടൈപ്പാണ് ടെക്സ്ചർ വരുന്നത്. അതേപോലെ ഇത് ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ചായൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇവർ അവകാശപ്പെടുന്നത് ഡീപ്ലി ഹൈഡ്രേറ്റ്സ് ആവും എന്നുകൂടിയുണ്ട്. അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആവാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഇത് ഹെൽപ്പാക്കുമെന്നും അവർ പറയുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പെർഫെക്റ്റ് ആണെന്നും അതേപോലെ എസ്പെഷ്യലി ഓയിലി സ്കിന്നിനാണ് ഇത് കൂടുതൽ മാച്ച് ചെയ്യുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഇനി എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത്. 50 ഗ്രാമാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അതിന് 349 റുപ്പീസാണ് വരുന്നത്. ഞാനിത് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതിൽ 270 സംതിങ്ങിന് കിട്ടി. നിങ്ങൾക്ക് ആമസോണിലോ പേർപ്പിളിലോ എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇവർ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത്. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 50 ഗ്രാം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റി വരുന്നുള്ളൂ, വേഗം തന്നെ തീർന്നു പോകുന്നൊരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ മുഖത്ത് ഈ ഒരു പിക്കിൽ കാണുന്ന പോലെ കുറേ അധികം നെറ്റിയിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരാൻ തുടങ്ങി. എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടുകൂടിയാണ് ഞാനിത് മേടിച്ചത്. എന്നിട്ട് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, നിറയെ കുരുക്കൾ വരാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യം വിചാരിച്ചത് വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിയാക്ഷൻ ആയിരിക്കുന്നതാണ്. പക്ഷേ നോമ്പായ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നത്, ആ സമയത്ത് ഞാൻ പ്രൊഡക്ട്സ് വേറെ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. ആകെ മോയ്സ്ചറൈസറും ഈ ഒരു ഫേസ് വാഷും സൺസ്ക്രീൻ പുറത്ത് പോകണ്ടെങ്കിൽ മാത്രം അങ്ങനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. വേറെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയാണ് മനസ്സിലായി. സംഭവം ഉപയോഗിക്കൽ നിർത്തിയപ്പോൾ എൻ്റെ കുരുക്കൾ ഫുള്ളായിട്ട് ഫെയ്ഡായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ വേറൊരു മോയ്സ്ചറൈസർ യൂസാക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കുരുക്കൾ വരുന്നതൊക്കെ സ്റ്റോപ്പ് ആവുകയും ചെയ്തത്. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കാണ് സ്യൂട്ടബിൾ എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് പ്രൊഡക്റ്റ് വർക്ക് ആവാണ്ടായപ്പോൾ ഞാനിത് എൻ്റെ സിസ്റ്ററിനാണ് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തത്. ബിക്കോസ് എൻ്റെ പോലെ തന്നെ ഓയിലി സ്കിന്നാണ്, പക്ഷെ നല്ലോണം മുഖക്കുരുള്ള ഒരു സ്കിന്നുമാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് കൊടുക്കാനായിട്ട് ഞാൻ ആൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവൾക്കിത് നല്ലോണം വർക്ക് ആവുകയും ചെയ്തു. ആക്നെസ് കുറയാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ സ്കിന്നിലെ കുരുവിൻ്റെ പാടുകളെല്ലാം മാറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി പ്ലസ് ആക്നെ പ്രോൺ സ്കിന്നിനായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുമെന്ന് തോന്നുന്നു. പിന്നെ പലരുടെയും സ്കിൻ അനുസരിച്ചിരിക്കും. എൻ്റെ സ്കിന്നിന് ഓയിലി സ്കിന്നായിട്ട് കൂടി എനിക്കിത് മാച്ച് ആയില്ല. അപ്പോൾ അത് പലരുടെയും സ്കിന്നിനനുസരിച്ചായിരിക്കും മാച്ച് ആവുന്നത്. അപ്പോൾ ഡോക്ടർ ഷേർട്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെനിക്ക് നല്ലപോലെ വർക്ക് ആവും ചെയ്തു. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് പറ്റിയെന്ന് അറിയില്ല. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇവർ എല്ലാ സ്കിന്നിനും മാച്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഓയിലി സ്കിന്നും അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനാണ് കൂടുതൽ മാച്ച് ആവുന്നതാണ് എനിക്ക് തോന്നിയത്. എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട് അവർ പറഞ്ഞ പോലെ. അതേപോലെ ഡള്ളായിട്ടൊന്നും നമുക്ക് തോന്നില്ല. പിന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് 1% വിറ്റമിൻ സി കോംപ്ലക്സ് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും, സെറമൈഡ് കോംപ്ലക്സ് ഉണ്ട്, അതേപോലെ അശ്വഗന്ധ എക്സ്ട്രാക്റ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആക്നെ പ്രോൺ സ്കിന്നിന് വളരെ മാച്ച് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എഫക്റ്റീവ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസ് കമൻസിലൂടെ അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഹെൽപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. സോ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.